നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആത്മവിശ്വാസം പ്രകടിപ്പിച്ച പോലെയൊരു വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല. ഇതായിരുന്നു പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവിശ്വാസം. ഇന്ത്യ മുന്നണി സങ്കല്പിച്ച വിജയം കരസ്ഥമാക്കിയതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടുമെന്ന് ഉറപ്പിച്ചു. ശേഷം നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയം പ്രതീക്ഷിച്ചെങ്കിലും അവിടെ BJP ഹാട്രിക് വിജയം കരസ്ഥമാക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി ആം ആദ്മി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും സഖ്യം ചേരുവാനായി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ BJPയെ തകർക്കുവാനായി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം. ഇപ്പോൾ ഇതാ ഡൽഹി തെരഞ്ഞെടുപ്പിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ആം ആദ്മി നേതാവായ അരവിന്ദ് കെജ്രിവാൾ. ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി നിന്ന് മത്സരിക്കില്ലെന്നാണ് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഡൽഹിയിലേത്. ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിക്കുന്നതിനിടെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന കെജ്രിവാളിന്റെ ഈ പ്രഖ്യാപനം. ഭരണകക്ഷിയായ AAPക്ക് 70 അംഗ ഡൽഹി നിയമസഭയിൽ 62 അംഗങ്ങളാണുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AAPയും കോൺഗ്രസും ഡൽഹിയിൽ സഖ്യത്തിലായിരുന്നു മത്സരിച്ചത്. എന്നാൽ ഇന്ത്യ സഖ്യത്തിന് ഡൽഹിയിൽ ഒരു സീറ്റ് പോലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മത്സരിച്ചേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇത്തരം ഊഹാപോഹങ്ങളെ കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പദയാത്രയ്ക്കിടെ ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചത്. ദില്ലിയിൽ പൗരന്മാർക്ക് സുരക്ഷയില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. BJPക്കെതിരെയും അമിത്ഷാക്കെതിരെയും രൂക്ഷ വിമർശനമാണ് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം താൻ ആക്രമിക്കപ്പെട്ടു എന്നും ഗുണ്ടാ സംഘത്തിനെതിരെ പരാതി നൽകിയ AAP MLAയെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും കെജ്രിവാൾ പറഞ്ഞു. ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കാൻ അമിത്ഷാക്ക് കഴിയുന്നില്ല എന്നും തുറന്നടിച്ചിരിക്കുകയാണ് കെജ്രിവാൾ. കൊലപാതകികളെ അറസ്റ്റ് ചെയ്യാൻ ദില്ലി പോലീസിന് ധൈര്യമില്ല. ദില്ലിയിലെ പൗരന്മാരുടെ സുരക്ഷ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമെന്നും കെജ്രിവാൾ വ്യക്തമാക്കി. എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ പ്രഖ്യാപനത്തെ തുടർന്ന് ഇനി ഇന്ത്യ മുന്നണിയുടെ പ്രതികരണം എന്താണെന്ന് വ്യക്തമല്ല. കെജ്രിവാൾ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയാവുമെന്ന് ഉറപ്പാണ്. കൂടാതെ ഇന്ത്യ മുന്നണി ആം ആദ്മിയുമായി ചർച്ചകൾ നടത്താനുള്ള സാധ്യത അവിടെ ഏറെയാണ്. അതിനു മുന്നോടിയായാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെയും ആം ആദ്മിയുടെയും ലക്ഷ്യം BJPയെ തകർക്കുക എന്നതാണെങ്കിലും ഒന്നിച്ചു നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് BJPയുടെ സാധ്യതയാണ് അവിടെ ഉയർത്തുന്നത്. എന്നാൽ ആം ആദ്മി ആധിപത്യം പുലർത്തുന്ന ഡൽഹിയിൽ ഉയർന്നു വരാൻ BJP കുറച്ച് പാടുപെടേണ്ടി വരും. എന്തായാലും നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മദ്യനയ അഴിമതി കേസ് തന്നെയായിരിക്കും BJPയുടെ ആയുധം. അത് തന്നെയായിരിക്കും ആപ്പിനെതിരെയും കെജ്രിവാളിനെതിരെയും പ്രവർത്തകർക്കെതിരെയും ഉന്നയിക്കുന്ന പ്രധാന വിഷയം. എന്തായാലും സ്ഥാനാർത്ഥി നിർണയവും പ്രചാരണവും നടന്നെങ്കിൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുകയുള്ളൂ. BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്തെല്ലാമാണ്, മറിച്ച് കെജ്രിവാൾ ഉയർത്തുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണെന്ന് കാത്തിരുന്ന് കാണാം.